ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കാർ ഉപയോഗിക്കുന്ന എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ കാർ ഏകദേശം 1,72,000 കിലോമീറ്ററിന് അടുത്തായി. അപ്പോൾ നമ്മുടെ കാറിന്റെ സ്റ്റിയറിംഗിന്റെ ഭാഗത്ത് നമുക്ക് ചെറിയൊരു അടിയും കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ നമ്മൾ ഗട്ടർ ചാടുമ്പോഴൊക്കെ ഒരുപാട് നോയ്സും കാര്യങ്ങളൊക്കെ വരിക, കിടക്കിടക്കുന്നുള്ള നോയ്സും കാര്യങ്ങളൊക്കെ വരിക. പിന്നെ നെക്സ്റ്റ് വന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറിന്റെ ഫ്രണ്ട് ടയറിന്റെ ഇന്നർ സൈഡ് വളരെയധികം തേയ്മാനം കാര്യങ്ങൾ വരിക. ഇന്നർ സൈഡ് തേഞ്ഞ് പോവാ എന്ന് തന്നെ പറയാം, നമുക്ക് വേറൊരു സൈഡും പോകുന്നില്ല. അപ്പോൾ ഞാൻ ഷോറൂമിൽ ചെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് സ്റ്റിയറിംഗിൻ്റെ അസംബ്ലി, അതായത് സ്റ്റിയറിംഗ് റാക്ക് പോയി, അതുപോലെ തന്നെ ബോൾ ജോയിൻ്റ് എൻഡ് ഇതൊക്കെ പോയെന്നാണ് ഷോറൂമിൽ നിന്ന് പറഞ്ഞത്. അപ്പോൾ ഇതെന്താണ് ഇത് കാര്യം, ഇതെന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് നമുക്ക് എന്തെങ്കിലും ഷോറൂമിലേക്ക് പോകാം. നമ്മൾ പോകുന്നത് തൃശ്ശൂർ മരത്താക്കരയിലുള്ള MCP ഫോർഡിലാണ്. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ വന്നിട്ട് പണി തുടങ്ങി. ഇതാണ് നമ്മുടെ എൻഡ് വരുന്നത്. എൻഡിൽ നല്ല പ്ലാൻ ഉണ്ട്. അതുപോലെ തന്നെ ബോൾ ജോയിൻറ്റ് കണ്ടില്ലേ, താഴേക്ക് വരുന്നുണ്ടോ ബോൾ ജോയിൻറ്റ്, ഇത്രയും ബോൾ ജോയിൻറ്റിലും വരില്ല, അതും പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിന്ന് മാറിയിട്ടുള്ള അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ ഞാനിത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിപ്പോൾ ഈ ഒരു സെറ്റ് അങ്ങനെ തന്നെ മൊത്തം നമ്മൾ താഴേക്ക് ഇറക്കണം. ഈ ലോറാമൻ്റെ ഇവിടുന്ന് ഈ അടിയിൽ കാണുന്ന ഈ ഒരു ഭാഗം മൊത്തം നമ്മൾ താഴത്തേക്ക് ഇറക്കിയാലാണ് നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് റാക്ക് മാറാനായിട്ട് സാധിക്കുള്ളൂ. സ്റ്റിയറിംഗ് റാക്കല്ല, സ്റ്റിയറിംഗിൻ്റെ അസംബ്ലി മൊത്തം നമ്മൾ മാറുന്നുണ്ട്. അതായത് ബോൾ ജോയിൻറ്റ് എൻഡ്, സ്റ്റിയറിംഗ് റാക്ക്, ഇതടക്കാണ് നമ്മൾ മൊത്തം മാറുന്നത്. നമ്മുടെ സ്റ്റിയറിംഗ് റാക്ക് അതുപോലെ തന്നെ ബോൾ ജോയിൻറ്റ് എൻഡ് ഇതൊക്കെ പോയി എന്നുള്ളത് മനസ്സിലാക്കണം. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ടയറിൻ്റെ ഈ ഒരു സൈഡ് കണ്ടോ, ഇത് ഇന്നർ വരുന്ന ഭാഗമാണ്. ഇന്നർ സൈഡ് ചെത്തിപ്പോകും, ചിലപ്പോൾ ഇന്നറായിരിക്കും, ചിലപ്പോൾ ഔട്ടറായിരിക്കും പോകുക, നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എൻ്റെ വണ്ടിയുടെ ടയറിൻ്റെ ഇന്നറാണ് പോയിട്ടുള്ളത്, നല്ല രീതിയിൽ പോയിട്ടുണ്ട്. കണ്ട ഇത്രയ്ക്കും കട്ടകരൊക്കെ കയറി നിൽക്കുന്നത് ഈ ഒരു ഭാഗത്ത് നിന്ന് ഫുള്ള് ചെത്തിപ്പോയി. ഇതിപ്പോൾ ഞാൻ കുറച്ച് നാളും കൂടി എനിക്ക് പാർട്സ് വരാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഈ സൈഡ് മറിച്ചിട്ടപ്പോൾ അതെ ഈ സൈഡും ചെത്തിപ്പോയി. ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുക. അതിന് പുറമെ വണ്ടിയിൽ ശരിക്കും നല്ല അടിയും കാര്യങ്ങളൊക്കെ വരും. ഈ ഒരു ഭാഗത്തുനിന്ന് ശരിക്കും നല്ല അടി വരും. ടയർ നമ്മൾ പോകുമ്പോൾ ഗട്ടറിലൊക്കെ ചാടുന്ന സമയത്ത് കടക്കടക്കടക്കുന്ന സൗണ്ട് ശരിക്കും നമുക്ക് ഉള്ളിലേക്ക് കിട്ടും. ഓറാമിൻ്റെ ഭാഗം നമ്മൾ താഴെ ഇറക്കണം. അതിന് സ്റ്റേ വെച്ചിട്ടാണ് ഇറക്കണത്. അത്യാവശ്യം നല്ല വെയിറ്റുള്ള ഒരു സംഭവം അല്ലേ. അതിലൊക്കെ തുരുമ്പ് വന്നിട്ടുണ്ടല്ലേ, അതെ, പെട്ടെന്ന് അഴിക്കാൻ വേണ്ടിയിട്ടാണ്. ആയിക്കോട്ടെ. ആ സ്പ്രേ കണ്ണില്ല, നമുക്ക് നല്ല നീട്ടിട്ടാ കെമിക്കലല്ലേ. അപ്പോൾ നമ്മൾ തിരിച്ച് താഴേക്ക് ഇറക്കാണ്. രണ്ടുള്ള സഹായമാണ് ഈ സംഭവം. അത്രയും വെയിറ്റ് ഉണ്ട്. അയ്യോ, ഓക്കെ. നമ്മുടെ ലോറാമിൻ്റെ ഭാഗം മൊത്തം ഇങ്ങോട്ട് കിട്ടി. ഇതാണ് ഈ സംഭവം അല്ലേ, ഇതാണ് ഈ സംഭവം കേട്ടോ റാക്ക് എന്ന് പറയണത്. നമ്മൾ സ്റ്റിയറിങ് ഓടിക്കുന്ന സമയത്ത് ലെഫ്റ്റ് റൈറ്റ് ഓടിക്കുമ്പോൾ ഇതിൽ തിരി വന്നിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റ് റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ സംഭവം വീടിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുക്കണത്. ഇതാ ഈ ഒരു ഭാഗം ഇതാണ് നമ്മുടെ സ്റ്റിയറിങ് റാക്ക് വരുന്നത് കേട്ടോ. ഇത് എൻ്റെ കണ്ടോ, ഇതിപ്പോൾ വലിയ കാര്യമായിട്ട് അനങ്ങണില്ല, കുറച്ച് ടൈറ്റ് ഉണ്ട്. നമ്മുടെ അത് ഭയങ്കര സ്മൂത്താണ്. പിന്നെ ഇതാണ് റാക്ക് വരുന്നത്. വേണ്ട തിരിയുമ്പോൾ തിരിഞ്ഞ് ഉള്ളിലേക്ക് പോകണമല്ലോ, തിരിച്ചു കഴിഞ്ഞാൽ പുറത്തോട്ട് വരും. ഇതാണ് ഈ സംഭവം. ഇതാണ് നമ്മൾ മാറി കൊടുക്കുന്നത്. സെറ്റായി ഗായ്സ്. അപ്പോൾ ഇത് സെറ്റായി. ഇനിയിപ്പോൾ നമ്മുടെ ആ പഴയതെടുത്ത് മാറ്റിയിട്ട് ഈ പുതിയ സാധനം സെറ്റ് ചെയ്യാം. ഇതിൽ ബുഷ് അടിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളതിന് വേണ്ടി നിന്നില്ല. നൈലോൺ ബുഷ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം റാക്കിൻ്റെ അടിയും കാര്യങ്ങളൊക്കെ തീരുന്നൊക്കെ ഒരുപാട് കേട്ടു. പക്ഷേ നമ്മളെന്തായാലും ഈ സംഭവങ്ങളൊക്കെ വീക്കായതുകൊണ്ട് വലിയ വ്യത്യാസമില്ല, റേറ്റിലൊന്നും വലിയ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ റിസ്ക് എടുക്കാതെ ഇതന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. നന്നായിട്ട് ടൈറ്റ് ചെയ്തോ, ഒട്ട് ലൂസ് വേണ്ട, പിടിച്ചോ. സ്റ്റിയറിംഗ് അസംബ്ലി മാറി. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതേപോലെ തന്നെ മുകളിലേക്ക് സെറ്റ് ചെയ്യണ്ട. പിടിക്കാം. ഓക്കെ, സാധനം സെറ്റ് ആയിട്ട് ഇനി ആ ഒരു ഭാഗങ്ങൾ അതുപോലെ തന്നെ ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഭാഗം ശരിക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണം. നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു ഭാഗമാണിത്. ഞാൻ നിങ്ങൾക്ക് നേരത്തെ നമ്മുടെ ബോൾ ജോയിൻറ്റിൻ്റെ ആ ഒരു പ്ലേ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഇടുമ്പോൾ താഴത്തേക്ക് പോണത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി നോക്കട്ടോ. ഇപ്പോൾ നമ്മൾ പൊക്കി ഇതാ ഇടുമ്പോൾ കണ്ട വളരെ പതുക്കെ കണ്ട ഒരു ടൈറ്റ് ഉണ്ട്, കണ്ട ഇരിക്കുന്നുണ്ട്.
പക്ഷെ അതങ്ങനെയല്ലായിരുന്നു, അതിങ്ങനെ താഴേക്ക് ഇങ്ങനെ വീണ് കളിക്കായിരുന്നു. അതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, പോയെന്ന് നമ്മൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണത്. ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റിയറിംഗ് റാക്കും കാര്യങ്ങളും അസംബ്ലിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നേരെ ടയർ ഇടുക, വണ്ടി താഴെ ഇറക്കുക, പിന്നെ ഇപ്പോൾ നേരെ പോയി അലൈൻമെൻറ്റ് ചെയ്യുക, അതിന് ശേഷം ഓടിക്കുക. ഗൈസ്, അപ്പോൾ നമ്മുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളിത് ഏകദേശം 12,407 രൂപയാണ് നമ്മുടെ ബില്ലും കാര്യങ്ങളും വന്നത്. ഇതിൽ പാർട്സിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 11,000 സംതിങ് രൂപയാണ് പാർട്സിൻ്റെ റേറ്റ്. 1000 സംതിങ് രൂപയാണ് ഈ ഒരു ഇതിൻ്റെ ലേബർ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയാണ് നമുക്ക് ആ കൂടി സർവീസിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. വളരെ ചെറിയൊരു എമൗണ്ടാണ് ലേബർ ചാർജായിട്ട് വന്നിട്ടുള്ളത്. ലേബർ ചാർജും ടാക്സും കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു എമൗണ്ട് പറഞ്ഞത്, എക്സ്ട്രാ വന്ന എമൗണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വണ്ടിയുടെ ഈ ഒരു സ്റ്റിയറിംഗ് അസംബ്ലി മാറാനായിട്ട് വന്നത്. വലിയ റേറ്റും കാര്യങ്ങളൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്ന് വെച്ചാൽ വലിയൊരു പാർട്ടാണ് മാറിയിട്ടുള്ളത്. ഫോർഡിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത്ര റേറ്റിൽ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മേക്കിംഗ് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള വണ്ടി ആയതുകൊണ്ടാണ് ഈ ഒരു റേറ്റിൽ നിന്നത്. അല്ലാത്ത പക്ഷം എൻ്റെ കീറിപ്പോയനെ. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു സംഭവം ശ്രദ്ധിക്കാത്ത പക്ഷം നമ്മുടെ വണ്ടിക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ടയർ ചെത്തിപ്പോവും. നമുക്ക് ആ ടയർ ഉപയോഗിക്കാൻ പറ്റാതാവും. പിന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കാനൊരു സുഖം ഉണ്ടാവില്ല. സ്റ്റിയറിംഗ് ഒരു സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് വണ്ടി ഓടിഞ്ഞ് കിട്ടുള്ളൂ. പിന്നെ ഭയങ്കര സൗണ്ടും അടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിയിലുണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക് അതൊന്നും എന്താ പറയുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ വണ്ടി ഓടിക്കാൻ തന്നെ നമുക്കൊരു സുഖമില്ലാത്ത പോലത്തെ ഫീൽ വരും. ഇതിപ്പോൾ വണ്ടി അത് മാറിക്കഴിഞ്ഞപ്പോൾ വണ്ടി ഓടിക്കാനുള്ളൊരു സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ് വണ്ടി ഓടിക്കുന്ന രീതിയിലാണ് എനിക്ക് ഒരു ഫീൽ വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങളുടെ വണ്ടിയുടെ സ്റ്റിയറിങ്ങിൻ്റെ ഭാഗത്ത് ഇങ്ങനെ അടിയും കാര്യങ്ങളും അതുപോലെ ടയർ ജസ്റ്റ് ചെത്തനുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ സ്റ്റിയറിംഗ് റാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യില്ലാത്ത പക്ഷേ നമ്മുടെ വണ്ടിയുടെ ടയറും കാര്യങ്ങളൊക്കെ പോകും. ഇത് ഞാൻ എടുത്ത് പറയണമെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു അനുഭവം വന്ന കാരണം കൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറയണത്. നിങ്ങൾക്ക് അങ്ങനെ വരരുത് എന്നുള്ള കാരണം കൊണ്ടാണ് ഞാനത് പറഞ്ഞു തരുന്നത്. കാരണം ഇപ്പോൾ തന്നെ എൻ്റെ ടയറിൻ്റെ ഒരു സൈഡ് നല്ല രീതിയിൽ ചെത്തിപ്പോയി. അതെന്തായാലും എനിക്ക് വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. പിന്നെ അലൈൻമെൻറ്റ് ചെയ്തിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ അലൈൻമെൻറ്റ് ചെയ്താലും ഈ സംഭവം നിൽക്കില്ല. അലൈൻമെൻറ്റ് നമ്മൾ മസ്റ്റായിട്ട് ഒരു 5000 കിലോമീറ്ററിലും ചെയ്യുന്നത് വളരെ നല്ലതാണ്. പക്ഷേ ഈ ഒരു 5000 കിലോമീറ്ററിൽ നമ്മൾ ചെയ്താലും ഈ ഒരു സംഭവം വണ്ടിയിലുണ്ടെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അലൈൻമെൻറ്റ് ചെയ്യണം എന്നുള്ള മസ്റ്റാണ് കേട്ടോ. അലൈൻമെൻറ്റ് ചെയ്യാതിരിക്കരുത്. ഷോറൂമുകാരത് ചിലപ്പോൾ ഷോറൂമിൽ തന്നെ ചെയ്തു തരും. പക്ഷേ ഞാൻ ഷോറൂമിൽ നിന്നല്ല, ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന സ്ഥലമുള്ളത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് പോയി ചെയ്തത്. അപ്പോൾ അവിടെ ചെയ്തപ്പോൾ ചെന്നപ്പോൾ തന്നെ അലൈൻമെൻറ്റിൻ്റെ നമുക്ക് ക്യാമ്പർ, കാസ്റ്റർ, ടോ ഇങ്ങനെ 3 സെക്ഷനാണ് അലൈൻമെൻറ്റിനുള്ളത്. അതിൽ ടോ മാത്രമാണ് നമ്മുടെ ഈ വണ്ടിക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം ടോ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ടോ വളരെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, അത്രയും മാറ്റമാണ് ടോയിൽ കാണുന്നത്. അപ്പോൾ ഒരു 100-200 കിലോമീറ്ററൊക്കെ നമ്മൾ ചിലപ്പോൾ ആ ഒരു ഇതിൽ ഓടിയിട്ടുണ്ടെങ്കിൽ വണ്ടി ചിലപ്പോൾ ടയർ മൊത്തത്തിലേ തീർന്നു പോയനെ. ഇതെന്തുകൊണ്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഒരുപാട് റണ്ണാകുമ്പോൾ തേയ്മാനം വന്നു പോകുന്ന, സ്ഥിരം തിരിയുന്ന ഒരു ഭാഗമാണല്ലോ, തേയ്മാനം വന്നു പോകുന്ന ഒരു ഭാഗമാണ് ഈ ഒരു സ്റ്റിയറിംഗ് റാക്ക്, അതുമാതിരി ബോൾ ജോയിൻ്റ് എൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെയുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വലിയ കുഴികൾ, അതുപോലെ തന്നെ നല്ല എഡ്ജുകൾ ചാടുക, വണ്ടി ഒരു സൈഡിലേക്ക് വാട്ടം പിടിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ ബോൾ ജോയിൻറ്റിനൊക്കെ കൂടുതലും കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഈ ഒരു സംഭവം കൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, നമ്മുടെ സ്റ്റിയറിങ് മറ്റേ പൊട്ടിപ്പോവുക, അതുപോലെ തന്നെ വണ്ടിയും സ്റ്റിയറിങ്ങും വണ്ടിയും തമ്മിലുള്ള ബന്ധം വിടുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ടയർ ചെത്തിപ്പോവുക അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടാവുക. ചിലവർക്ക് പേടിയുണ്ടാവും, കാരണം സ്റ്റിയറിംഗ് റാക്ക് പോയി എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഇനിയിപ്പോൾ സ്റ്റിയറിംഗ് അങ്ങനെ വിട്ടു പോകുന്നുള്ള പേടികളൊക്കെ ഉണ്ടാവും. അങ്ങനെയൊന്നും പേടിക്കേണ്ട, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ ധൈര്യമായിട്ടിരുന്നുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മറ്റൊരാൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.